ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഒരു അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കാം. സോ ഈ വർഷത്തെ ക്രിസ്മസ് റയൂസ് ഗ്ലോബലിൻ്റെ പ്ലം കേക്കോടുകൂടി നമുക്ക് ആഘോഷിക്കാം. ഇതിനാവശ്യമായിട്ടുള്ളത് 1.5 കപ്പ് മൈദ, 1/2 കപ്പ് പഞ്ചസാരയാണ്. ഈ പഞ്ചസാരയ്ക്കകത്ത് ഞാൻ 2 ഗ്രാമ്പു, ഒരു നുള്ള് ജാതിക്ക, ഒരു കഷ്ണം പട്ട, 2 ഏലക്ക ഇത്രയും കൂടെ ചേർത്ത് പൊടിച്ചു വെച്ചേക്കുന്നതാണ്. സെപ്പറേറ്റ് ആഡ് ചെയ്തതിനെക്കാട്ടി ഇതിൻ്റെ കൂടെ നമുക്ക് പൊടിച്ചെടുക്കാം. ഇനി 150 ഗ്രാംസ് ബട്ടറാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ബട്ടർ മാത്രം എടുക്കുകയാണെങ്കിൽ 180 ഗ്രാംസ്, അല്ലെങ്കിൽ 150 ഗ്രാംസ് ബട്ടറും 30 ml ഓയിലും കൂടെ ചേർത്ത് എടുക്കാം. നമുക്ക് എങ്ങനെ എടുത്താലും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ആവശ്യമായിട്ടുള്ളത് 2 മുട്ടയാണ്. പിന്നെ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ്. ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഇപ്പം ഞാൻ 6 മന്ത്സോളം വൈനകത്ത് സോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എല്ലാ ഡ്രൈ ആയിട്ടുള്ള നട്ട്സ് നമുക്ക് ഇതിനകത്ത് യൂസ് ചെയ്യാം. ചെറി, ടൂട്ടി ഫ്രൂട്ടി ഒക്കെ. ഇത് നമുക്കൊരു 6 hours ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ഓവർനൈറ്റ് വൈനകത്ത് ഓറഞ്ച് ജ്യൂസിനകത്ത് സോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് കുറച്ച് മൈദപ്പൊടി ഇട്ട് എടുത്താൽ മതി. അപ്പോൾ അത് അടിയിൽ സെഡിമെൻറ്റ് ചെയ്തില്ല കേക്ക് ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് 1 ടീസ്പൂൺ ഓറഞ്ച് പീലാണ്, ഫ്രഷ് ഓറഞ്ചിൻ്റെ പീല്. പിന്നെ കാരമലൈസ്ഡ് ഷുഗർ. അതുണ്ടാക്കുന്നതെന്ന് വെച്ചാൽ 1/2 കപ്പ് ഷുഗറിനെ എടുത്ത് നമ്മൾ നന്നായിട്ട് ചൂടാക്കി ഒരു ബ്രൗൺ കളർ, നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആകുമ്പോൾ 1 കപ്പ് ബോയിൽഡ് വാട്ടർ അങ്ങോട്ട് ഒഴിക്കണം. അത് നല്ല പൊട്ടിത്തെറിക്കും, മാറി നിന്ന് വേണം ഒഴിക്കാൻ. എന്നിട്ട് അതിനെ 1/2 കപ്പായിട്ട് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് എടുക്കണം. അങ്ങനെ എടുത്തേക്കുന്ന കാരമലൈസ്ഡ് ഷുഗറാണ് ഇത്. നമുക്ക് വേറെ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കേക്കിനുള്ള ബ്രൗൺ കളർ നമുക്കിപ്പോൾ കിട്ടും. ഇനി അടുത്തായിട്ട് ആവശ്യമുള്ളത് വാനില എസൻസ് ആണ്. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും. ആദ്യമായിട്ട് നമ്മുടെ മൈദ നമ്മൾ നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. ഈ മൈദയിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് സീവ് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. അടുത്തതായി നമുക്ക് എഗ്ഗിനെ ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. എഗ് യോക്ക് വേറെ നമുക്ക് ബീറ്റ് ചെയ്ത്, എഗ് യോക്കിനകത്താണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് ബീറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് എഗ് വൈറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ബീറ്റ് ചെയ്യണം. നന്നായിട്ട് എഗ് വൈറ്റിനെ ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് എന്തോരം ബീറ്റ് ചെയ്യുന്നോ അത്രയ്ക്ക് നല്ലതായിരിക്കും നമ്മുടെ കേക്കിന്റെ ആ ഒരു ടേസ്റ്റ്. ഒരു 3 to 4 minutes എങ്കിലും കുറഞ്ഞാൽ നമുക്ക് ബീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നല്ലൊരു ഫ്ലഫി ആയിട്ടൊക്കെ കിട്ടും. ഇതിനെ ബീറ്റ് ചെയ്ത് നമ്മളെടുത്ത് മാറ്റി വെക്കണം ഫസ്റ്റ്ലി. അതിനുശേഷം നമുക്ക് ബീറ്റർ വൃത്തിയാക്കിയത് വേണ്ട, അത് വെച്ച് തന്നെ നമുക്ക് എഗ് യോക്കിനെ നമുക്ക് അടിച്ചു തുടങ്ങാം. അടുത്ത് എഗ് യോക്ക്, ആ 2 എഗ് യോക്ക് ഉള്ളതിനെ നമുക്ക് ബീറ്റ് ചെയ്ത് മാറ്റി വെക്കാനായിട്ട് നോക്കാം. ഈ എഗ് യോക്ക് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഫസ്റ്റ്ലി അത് ഫുള്ള് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ഇൻഗ്രീഡിയൻസ് നമുക്ക് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നമ്മുടെ 30 ml ഓയില്, ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് നന്നായിട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ഒരു സോഫ്റ്റ് ടെക്സ്ചർ നമുക്കായി കിട്ടും. അതൊരു നമ്മൾ ബട്ടർ ആഡ് ചെയ്തതിന് ശേഷം ഒരു 3 മിനിറ്റ്സോളം എങ്കിലും കുറഞ്ഞത് നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇതിലേക്ക് നമ്മുടെ 1 ടീസ്പൂൺ ഓറഞ്ച് പീൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക.
ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ കാരമലൈസ്ഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ്ലി കേക്കാണ് കാരമലൈസ്ഡ് ഷുഗർ ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നമുക്ക് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഉണ്ടാക്കുന്ന വൈറ്റ് ഫോറസ്റ്റ് കേക്ക് പോലെയോ അങ്ങനത്തെ അല്ല, കുറച്ചും കൂടെ ഒക്കെ നമുക്ക് ലൂസായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ടൈറ്റ് ടെക്സ്ചർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഏകദേശം നമുക്ക് നല്ലതായിട്ട് നമ്മുടേത് മിക്സപ്പ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. മൈദ കുറച്ചായിട്ട് ആഡ് ചെയ്ത് നന്നായിട്ട് ഒരു സ്പാച്ചില വെച്ചോ വിസ്കായാലും മതി വെച്ചിട്ട് നന്നായിട്ട് ഒരു സെയിം സൈഡിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് ഇളക്കിയെടുക്കാം. നന്നായിട്ട് ഇനി നമുക്ക് നമ്മുടെ എഗ് വൈറ്റിനെ ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തതിനു ശേഷം അത് ജസ്റ്റ് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ജസ്റ്റ് അതുമായിട്ട് നമ്മുടെ ഈ എഗ് യോക്കിന്റെ മിക്സറുമായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ലാസ്റ്റ്ലിയാണ് നമ്മൾ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിനെ ആഡ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഓൾറെഡി നല്ല മിക്സ് ആയിരിക്കുവാണ്. ഇനി നമ്മുടെ ഈ ബാറ്ററിലേക്ക് നമ്മുടെ ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയ ഡ്രൈ ഫ്രൂട്ട്സ് ആഡ് ചെയ്യുക. നമ്മൾ മൈദ ജസ്റ്റ് അതിനകത്ത് പുരട്ടി വെച്ചേക്കുന്നത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് എല്ലാം കൂടെ അടിയിൽ പോയി സെഡിമെന്റ് ചെയ്യത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അടിയിൽ പോയി ഫ്രൂട്ട്സ് എല്ലാം കൂടെ സെഡിമെന്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മൈദ ജസ്റ്റ് അതിനകത്ത് മൈദ വെച്ചിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പം നമ്മുടെ ബാറ്റർ റെഡിയായി. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടിന്നിലോട്ട് എടുക്കാം. ഒരു ബട്ടർ പേപ്പർ ഇട്ട കേക്ക് ടിന്നിലോട്ട് ഞാനിപ്പോൾ എൻ്റെ ബാറ്റർ മാറ്റുവാണ്.
നമുക്ക് അതുപോലെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് അതിനൊന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ബബിൾസിനെ ഒന്ന് റിലീസ് ചെയ്യാം. ഇനി ഇതിപ്പോൾ നമ്മുടെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഓവനിലാണ് വെക്കുന്നതെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലോട്ട് 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാഷ്യൂസ് വെച്ച് ഔട്ടർ ഗാർണിഷ് ചെയ്യാം. ഗാർണിഷ് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്ലം കേക്ക് അല്ലേ, ഒരു സ്റ്റൈലൊക്കെ ആയിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ കാണണം. ഈ റെസിപ്പി ഈ ഫ്രഷ് ക്രിസ്മസിന് റയൂസ് ഗ്ലോബലിൻ്റെ റെസിപ്പി തന്നെ ഫോളോ ചെയ്യണം കേട്ടോ. കാണുക മാത്രമല്ല കേട്ടോ, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്കും കമൻറ്റും ചെയ്യണം കേട്ടോ. നമുക്ക് നേരത്തെ ചൂടാക്കി വെച്ചേക്കുന്ന നമ്മുടെ ടംബ്ലറിലോട്ട് നമുക്ക് എടുത്ത് വെക്കാം നമ്മുടെ കേക്ക് ടിൻ. ഇപ്പം സ്റ്റൗവിലാണ് നിങ്ങൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സ് എടുക്കും സിം മോഡിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കാൻ. നേരത്തെ പറഞ്ഞ പോലെ ഓവനിലാണെങ്കിൽ 180 ഡിഗ്രിയിൽ 40 മിനിറ്റ്സ്. ഇത് കണ്ടോ, അടിപൊളി നമ്മുടെ റയൂസ് ഗ്ലോബൽ പ്ലം കേക്ക് റെഡിയായി. സോഫ്റ്റ് ആണ്. ഇത് നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഔട്ടറിൽ കൂടെ നമുക്ക് ഓറഞ്ച് ജ്യൂസ്, നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഓറഞ്ച് ജ്യൂസ് ഉണ്ടല്ലോ, ആ ഓറഞ്ച് ജ്യൂസോ അല്ലെങ്കിൽ നമ്മുടെ വൈനോ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ടൈം നമ്മൾ ഇപ്പം കേക്ക് ഒക്കെ എടുത്തതിന് ശേഷം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം സെർവ് ചെയ്യുന്നതിന് മുമ്പായിട്ടും ഒന്നും കൂടെ ബ്രഷ് ചെയ്യുമ്പം അതിൻ്റെ ആ ഒരു ബ്രൗൺ കളറ് കുറച്ചും കൂടെ എടുത്ത് കാണിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈനോ ഓറഞ്ച് ജ്യൂസോ എന്നാന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റ് ആണ്. ഹോപ്പ് എല്ലാവരും ട്രൈ ചെയ്യുന്നു. ഓക്കെ, ബൈ. മെറി ക്രിസ്മസ് ടു ഓൾ.